അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ലെച്ചസ് കേക്കാണ്, അഥവാ 3 മിൽക്ക് കേക്ക് എന്നും പറയും. ഈ ഒരു കേക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബൗളിലേക്ക് 3 മുട്ടയാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ബൗൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 മാറ്റിയിട്ട് വെക്കാം. അപ്പോൾ 2 മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ള മാറ്റിയിട്ട് മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്തുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പാകത്തിനുള്ളൊരു മധുരം ഉണ്ടായിരിക്കും ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1.5 കപ്പ് മൈദയാണ്. അപ്പോൾ മൈദ ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ബീറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു മിക്സ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയാണ് പതപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ളയും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെള്ള നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതും ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ചെയ്താൽ മതി. എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാനിലാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ പാൻ ഒരു ലോ ഫ്ലെയിമിൽ നേരത്തെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പാന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഒരു കേക്കിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 45 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് 3 മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരം മിൽക്കുകളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് പാലാണ്, സാധാരണ പാൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടിന്ന് എവപ്പോർഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിന് പകരം വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഏകദേശം ഈ ഒരു പാലിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 3 മിൽക്ക് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിൽക്കിൻ്റെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ കേക്ക് ഉണ്ടല്ലോ, അതിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. കേക്കിൽ നിറയെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിൽക്ക് മിക്സ് ഉണ്ടായിരുന്നല്ലോ, അത് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ ഈ കേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന കംപ്ലീറ്റ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കിവി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. മിൽക്കൊക്കെ ഒഴിച്ച് കേക്ക് ഒന്ന് കുതിർത്തിയെടുത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.